ഈ സതീശൻ്റെ ദാമോദര മേനോൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് പറയുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അപ്പനെ അദ്ദേഹം ഓർത്തിരുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നീണ്ടകാലം നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനല്ലേ നടന്നത്. അതുപോലെ എത്രയോ മേനോന്മാർ നായർ EK നായനാർ നയനാർ എന്നുള്ള ജാതി വഴി ഭാഗത്ത് കൊണ്ടുവന്നാണ് നടന്നത്. ഇദ്ദേഹം യഥാർത്ഥം വളരെ ബുദ്ധിമാനായതുകൊണ്ടാണ് സതീശനത് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത്. സതീശനത് കറക്റ്റായി അടിക്കേണ്ട സമയത്ത് കൃത്യമായി അടിച്ചു എന്ന് ആണ് ആ സത്യപ്രതിജ്ഞയിൽ അത് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് C അച്യുതമേനോനാണ്. ആ മേനോൻ എന്നുള്ള ആ ഗ്ലോറിഫിക്കേഷനും കൂടെ കൂടി, ആ C അച്യുതമേനോൻ്റെ ഗ്ലോറിനെസ്സും കൂടെ കൂടി വേറൊരത്തിൽ ആ വാക്കുകളിലൂടെ അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സതീശൻ വളരെ ബുദ്ധിപരമായിട്ടാണ് അത് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേനോൻ സാറേ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് സരിൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടനയിൽ നടക്കുന്നുണ്ട്. അവൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അവൻ പറയുന്നത്, അവൻ വന്ന് രാഷ്ട്രീയത്തിൽ വന്നത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ജനാധിപത്യ ലിബറൽ ഐഡിയോളജിയോടുള്ള താല്പര്യം കൊണ്ടാണ് എന്നാണ് ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം വന്ന് പറയുകയും അങ്ങനെ ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ കോൺഗ്രസ്സിലെടുക്കുകയും പോസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ഒരു സീറ്റ് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കറങ്ങിയെന്ന് പറഞ്ഞ് ഒരു സീറ്റ് കിട്ടും, എനിക്കൊരു സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അതിനുശേഷം അസംബ്ലിയിലേക്ക് അദ്ദേഹം കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ ഇന്ന് MLA ആണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ നാശമായിരുന്നു. കാരണം ഇയാൾ എന്തെങ്കിലും അധികാരത്തിലെത്തി അത് വെച്ചുകൊണ്ട് അയാൾ BJP വേണം പോയത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞ നെഹ്റുവിയൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ആ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളും ആ സത്യപ്രതിജ്ഞാ ചടങ്ങും കണ്ടപ്പോൾ ഒരുപക്ഷേ ഒരിക്കൽ കൂടി ജനാധിപത്യം പുനഃസ്ഥാപിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് കാരണം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ ഡൊമിനിക് ലാപ്പിയറും ഡാരി കോളിൻസും കൂടി എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടക്കുന്ന ദിവസം ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഡൽഹിയിലേക്കെത്തി. ഡൽഹിയിലെ അവർക്ക് ഇന്നലകളിൽ നിഷേധിച്ചിരുന്ന, അവർക്ക് വഴി നടക്കാൻ അനുവദിക്കായിരുന്ന മുഴുവൻ സ്ഥലങ്ങളിലൂടെയും അവർ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരം ഉള്ളിലേറി അവർ നടക്കുകയുണ്ടായി. വൈസ്രോയി ഭവനത്തിൽ വരെ അവർ കടന്നു കയറി. കൊണാട്ട് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഇന്ത്യൻ കുട്ടികൾക്ക് നടക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കൽ 2 ഇന്ത്യൻ കുട്ടികൾ, ഇംഗ്ലീഷ് കുട്ടികൾ നടന്ന് വരുന്ന ആ വഴിയിലൂടെ നേരെ ഓപ്പോസിറ്റ് നടന്നപ്പം അവരെ ഭയപ്പെടുത്തി ഓടിച്ചു. ആ വഴിയിലൂടെ ഇന്ത്യൻ കുട്ടികൾ അഭിമാനത്തോടെ നടന്നു. അതുപോലെ ഡൽഹിയിലെയും ബോംബെയിലെയും കൽക്കത്തയിലെയും ഇന്ത്യക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന ക്ലബ്ബുകളിൽ അവർ പ്രവേശിച്ചു. സ്ത്രീകൾ സാരി ഉടുത്ത് അവിടെ പ്രവേശിച്ചു. ഡ്രസ് കോഡുകൾ ഉണ്ടായിരുന്ന ക്ലബ്ബുകളാണ് അവിടെ. സൂട്ടിട്ട് മാത്രം കയറാവുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ സാരി ഉടുത്ത് കയറി. അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാത്തരം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ക്ലബ്ബുകളും അതുപോലെ തന്നെ ഹോട്ടലുകളുമെല്ലാം അവർ കൈയടക്കി. അങ്ങനെ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അത്തരത്തിലൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വീണ്ടും കേരളത്തിൽ കണ്ടത് എന്നാണ് എനിക്ക് ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് കണ്ടപ്പോൾ തോന്നിയത്. ഇന്നലകളിൽ കുട്ടികളോട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴോ സ്കൂളിൽ ചെന്നപ്പോഴോ മറ്റേ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പം കുട്ടികൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവരോട് ഇരിക്കാൻ പറയുകയും അവരോട് ഇരിക്കാനാണ് പറഞ്ഞതെന്ന് ഷൗട്ട് ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പത്രക്കാർക്ക് അന്യമായിരുന്ന സെക്രട്ടേറിയറ്റ്, ജനാധിപത്യത്തിൻ്റെ 4th എസ്റ്റേറ്റ് ആയിട്ടുള്ള ഈ ജനങ്ങൾക്ക്, ഈ പത്രങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശനമില്ലായിരുന്നു. അവർ സന്തോഷത്തോടെ ഇന്നലെ സെക്രട്ടേറിയറ്റിനുള്ളിൽ പ്രവേശിച്ചത് നമ്മൾ കണ്ടു. ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളിൽ നിന്ന് അന്യമായി നിന്നുകൊണ്ട് 10, 14, 20 കാറുകളുടെ അകമ്പടിയോടുകൂടി ഭയപ്പെടുത്തി ട്രാഫിക് ലൈറ്റുകൾ ഓഫ് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പോകുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്റ്റേജിൽ കയറി ചെന്ന ഒരു അമ്മയോട് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ VD സതീശനും അവിടെ ഇരുന്ന ആളുകളും മാന്യമായി പെരുമാറുന്ന നമ്മൾ കണ്ടു. ഒരു കുട്ടിയെ എന്തോ ഓപ്പറേഷനിൽ മറ്റെന്തോ പാകപ്പഴ പറ്റി കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ആ സ്റ്റേജിൽ കയറ്റി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ പ്രിയങ്ക ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സതീശൻ അവരെ കെട്ടിപ്പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് പരിചയപ്പെടുത്തുന്നു.
അങ്ങനെ മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ മുഖമാണ് നമ്മൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ടത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ഫാസിസ്റ്റ് കേരളം ഭരിച്ച് ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന എല്ലാം നേടിയെടുത്ത ആവേശത്തോടെയാണ് ജനങ്ങൾ അവിടെ ഓടിക്കൂടിയത്. ഒരു ഫാസിസ്റ്റിനെ ഇറക്കി വിടുന്ന ലാഘവത്തോടെ ജനങ്ങൾ അവിടെ ഓടിക്കൂടി. അതിൻ്റെ ആ ഒരു ആവേശത്തോടെ അവരവിടെ എത്തി. അദ്ദേഹത്തെ ഇറക്കി വിട്ടു. നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ വി ഡി സതീശൻ്റെ പത്രസമ്മേളനം കണ്ടു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പത്രക്കാരോട് സംസാരിക്കുന്നതും അതോടൊപ്പം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം വളരെ സൗമ്യമായി മറുപടി പറയുന്നത് കണ്ടു. ചിരിക്കുന്ന, സൗഹൃദത്തോടെ സംസാരിക്കുന്ന, മനുഷ്യൻ്റെ വികാരങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യനെ, കുട്ടിയോടിങ്ങനെ കണ്ണടച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ്റെ സാധാരണ വികാരമുള്ള ഒരാളെ കാലങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കണ്ട സന്തോഷത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കുക, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അതിന് ആകെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള, സെൻട്രൽ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അധികാരത്തിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കും എല്ലാത്തരം വരുന്ന ആ ജനാധിപത്യത്തിൻ്റെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ഫാസിസ്റ്റ് ആകാൻ കേരളത്തിലൊരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കഴിയുള്ളൂ. അങ്ങനെ ആയിട്ട് പോലും അദ്ദേഹം എത്രയോ ഭാഷകൾ മനുഷ്യരോട് പറഞ്ഞു. അദ്ദേഹം എത്രയോ മോശമായ ഭാഷകളിലാണ് ആളുകളോട് സംസാരിച്ചത്. എത്രയോ പുച്ഛത്തോടെയാണ് മറ്റാളുകളെ കണ്ടത്. ആ സാമൂഹിക പ്രവർത്തകരെയൊക്കെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള സുധാകരനെ അദ്ദേഹം ചെറ്റ എന്ന് വിളിച്ചു. ചെറ്റത്തരമാണ്, ചെറ്റയാണ് എന്നൊക്കെ പറഞ്ഞു. അവരെയെല്ലാം ജനങ്ങൾ ജയിപ്പിച്ചു. അതുപോലെ രക്തസാക്ഷി ഫണ്ട് തട്ടിയത് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ കോട്ടകളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മാറ്റിക്കൂട്ടിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഈ പറഞ്ഞ പാർട്ടി അടിമകളാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഈ അടുത്ത കാലത്ത് ബഹുമാനം തോന്നി. അവരിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരും ആ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം, ഈ പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കമ്മ്യൂണിസ്റ്റുകാർ തന്നെ, ഈ ഇടതുപക്ഷക്കാർ തന്നെ അവരുടെ റിബൽ സ്ഥാനാർത്ഥികളെ, ഇടതുപക്ഷത്തു നിന്ന് വന്ന റിബൽ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചത്. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്ന് വായിക്കാം. ഇദ്ദേഹം അസ്വസ്ഥനായി, മഹാത്മാഗാന്ധി അസ്വസ്ഥനായി, അദ്ദേഹം ഇന്ത്യ വിഭജിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിൽ വളരെ അസ്വസ്ഥനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ അന്ന് അധികാരമേൽക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു. ആ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അദ്ദേഹം കൊടുത്ത ഒരു ഉപദേശം, അതൊരു പക്ഷേ ലോകത്തെ ഏത് ഭരണാധികാരിക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാവുന്ന ഒരു ഉപദേശമാണ് അതിന് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം ഈ പുസ്തകത്തിൽ നിന്ന്. തൻ്റെ അനുഗ്രഹം തേടാൻ വന്ന ഒരു സംഘം രാഷ്ട്രീയ നേതാക്കൾക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അധികാരത്തെ സൂക്ഷിക്കുക. അധികാരം അഴിമതി വളർത്തുന്നു. അതിൻ്റെ ആഡംബരത്തിലും പകിട്ടിലും കുടുങ്ങാൻ സ്വയം അനുവദിക്കാതിരിക്കുക. നിങ്ങൾ അധികാരത്തിലേറിയിട്ടുള്ളത് ഇന്ത്യയിലെ ദരിദ്രരായ ഗ്രാമങ്ങളെ സേവിക്കാനാണെന്ന് എപ്പോഴും ഓർക്കുക. ഇതാണ് മഹാത്മാഗാന്ധി പുതിയതായി ഇന്ത്യയിൽ അധികാരമേൽക്കാൻ തയ്യാറായി വന്ന മന്ത്രിമാർക്കും അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത്. നിങ്ങളെ അധികാരം ഭ്രമിപ്പിക്കാതിരിക്കുക. നിങ്ങൾ അധികാരത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകാതിരിക്കുക. പിണറായി വിജയൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വന്ന, സമൂഹത്തിൻ്റെ എല്ലാ വേദനകളും യാതനകളും അനുഭവിച്ചു വന്ന അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം മോശമായിട്ടാണ്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അടിക്കാൻ ഉത്തരവിട്ട ജോസഫ് തോമസിനോട് അദ്ദേഹം ജയിലിൽ വെച്ച് പറഞ്ഞത് ഞാൻ ചെറിയാമ്പലിപ്പിൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എടാ ജോസഫേ, കാലം ഒരിക്കലും അവസാനിക്കില്ലെന്ന് നീ ഓർത്തു എന്ന് എടാ ജോസഫേ എന്ന് പറയുന്നത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതേ കാര്യം ചെയ്ത, അടിയന്തരാവസ്ഥയുടെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റു എന്ന് പറയുന്ന അദ്ദേഹമാണ് ചെടിച്ചട്ടി കൊണ്ട് ഒരു വിദ്യാർത്ഥി നേതാവ് അദ്ദേഹത്തിൻ്റെ ബസ്സിന്, അദ്ദേഹം കേരളയാത്ര നടത്തിയപ്പോൾ അതിലെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചതിന് ഒരു ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ച് ആ പയ്യനെ അവൻ ജീവിച്ചിരുന്ന വലിയ ഭാഗ്യം. ജനാധിപത്യത്തിൻ്റെ ഒരു കരുത്താണ് അതിലൂടെ നമ്മളിപ്പോൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ ആ പയ്യൻ ജയിച്ചു. ഇതേപോലെ തന്നെയാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ മകനെ, ചന്ദ്രശേഖരൻ്റെ അമ്മ പറയുന്നത് പിണറായി വിജയനാണ് അവരുടെ മകനെ കൊന്നതെന്നാണ്. ആ ചന്ദ്രശേഖരനെ കൊന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇന്ന്
കെ രമയെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ രമ ഇന്ന് 2ാം പ്രാവശ്യം നിയമസഭയിലെത്തുന്നു. അവരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലമായിരുന്ന അവിടെ നിന്ന് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അവർ വീണ്ടും 2ാം പ്രാവശ്യം ജയിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. പിണറായി വിജയൻ ഈ ബസ്സിൽ യാത്ര ചെയ്തു. അദ്ദേഹം ചില എസ്റ്റേറ്റുകളായിട്ട് ആളുകളെ തിരിച്ചു. അതിൽ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം കാണാൻ ശ്രമിച്ചത്. ഇത് ഫ്രഞ്ച് റവല്യൂഷൻ വായിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാകും എന്താണ് പിണറായി വിജയൻ ചെയ്തതെന്ന്. ലൂയി 16 രാജാവ് അദ്ദേഹത്തിൻ്റെ 4 എസ്റ്റേറ്റുകളുണ്ടായിരുന്നു ജനങ്ങൾ. അതായത് ഈ പറഞ്ഞ അരിസ്റ്റോക്രാറ്റായ ആളുകൾ, അതുപോലെ ക്ലർജീസ്, അതുപോലെ അതിന് താഴെയുള്ള ഫ്യൂഡൽസ്, അതിന് താഴെയുള്ള കോമൺ ഫ്ലോക്ക്, അങ്ങനെ 4 എസ്റ്റേറ്റുകളുണ്ടായിരുന്നു ഫ്രാൻസിൽ ലൂയി 16 രാജാവ് ഭരിക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ വേഴ്സായി കൊട്ടാരം എന്ന് പറയുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ആ കാലത്ത് ഈ വേഴ്സായി കൊട്ടാരം ലൂയി 14 പണിതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജകൊട്ടാരമായിരുന്നത്. അത് ഇന്നും കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. അതിൻ്റെ പൂന്തോട്ടം മാത്രം കണ്ടാൽ മതി, നമ്മൾ നടന്നു തീരില്ല. നടന്ന ആ പൂന്തോട്ടം മുഴുവൻ കാണാൻ കഴിയില്ല. അതിനുമാത്രം വലിയ പൂന്തോട്ടവും അതിനുമാത്രം വലിയ കൊട്ടാരവുമാണ്. ആ കൊട്ടാരത്തിൻ്റെ അകത്ത് ഇരുന്ന് അദ്ദേഹം ഈ 3 എസ്റ്റേറ്റുകളെയും വിളിച്ചു കൂട്ടി. പക്ഷെ 4ാമത്തെ കോമൺ ഫ്ലോക്ക് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിനെ അദ്ദേഹം വിളിച്ചില്ല. സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞ ആ മനുഷ്യരെ അവർ വിളിച്ചില്ല. പക്ഷേ സാധാരണ മനുഷ്യർ അപ്പുറം ടെന്നീസ് കോർട്ടിൽ പോയി അവിടെ മീറ്റിംഗ് കൂടി രാജാവിനെതിരെ അവർ സമരം പ്രഖ്യാപിച്ചു. അതാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ആ സമരം രാജാവിനെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഗില്ലറ്റിൻ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ആ ഗില്ലറ്റിൻ ചെയ്ത് കൊന്ന് അദ്ദേഹം ഒളിച്ചോടി രക്ഷപ്പെടാൻ, ഓസ്ട്രേലിയയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് ഗില്ലറ്റിൻ ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഫാസിസ്റ്റുകളുടെ ചരിത്രം നമുക്കറിയണമെങ്കിൽ ഇങ്ങനെ മനുഷ്യരെ മാറ്റി നിർത്തി. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന ഈ ബസ് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം ഈ സാധാരണ മനുഷ്യരല്ല കണ്ടത്. അദ്ദേഹം കണ്ടത് സമൂഹത്തിൻ്റെ എലിറ്റ് ക്ലാസ്സിനെയാണ്. ആ എലിറ്റ് ക്ലാസ്സിനെ കണ്ട അദ്ദേഹം ചരിത്രത്തിൽ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചു പോകണം. ലൂയി 16 പറ്റിയ അതേ ഗതികേടാണ് പിണറായി വിജയന് പറ്റിയിരിക്കുന്നത്. അദ്ദേഹം സാധാരണക്കാരനെ കണ്ടില്ല. സാധാരണക്കാരായ മീൻ വിൽപ്പനക്കാരായ തൊഴിലാളി സ്ത്രീകളാണ് കൊട്ടാരത്തിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്തത്. ലൂയി 16 കൊട്ടാരത്തിലേക്ക് മുമ്പിലേക്ക് മാർച്ച് ചെയ്തത്. ഞങ്ങൾക്ക് ബ്രെഡും ബട്ടറും ഇല്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി അനീറ്റ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു പേര്. അവരന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കേക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ മേരി അനീറ്റയും ഈ പറഞ്ഞ ലൂയി 16 കിടന്ന വീട്ടിൽ നിന്ന് രാത്രിയിൽ ഈ കൊട്ടാരത്തിലേക്ക് ആളുകൾ ഇറച്ചി കയറിയപ്പം ഓടി രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ആ അർത്ഥത്തിൽ, അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പിണറായി വിജയനെ ഇറക്കി വിട്ടിരിക്കുന്നത്. ദയനീയ പരാജയത്തിലൂടെ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ജനങ്ങൾ ഓടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ 6 റൗണ്ട് എണ്ണിയപ്പോഴും അദ്ദേഹം പുറകിലായിരുന്നു. അപ്പോൾ തൻ്റെ ഭർത്താവിനെ കൊന്ന ആളുകളോട് കെ രമ ആ സമയത്ത് ചോദിച്ചായിരുന്നു, ഇത് മതി കേരളമേ, 6 റൗണ്ട് പൊരുവയിൽ നിർത്തിയില്ലേ, ഇത് മതി എന്നവർ പറഞ്ഞിരുന്നു. അതൊക്കെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയിൽ ചെന്ന് പതിച്ച വാക്കുകളാണ്. അതുകൊണ്ട് ഫാസിസ്റ്റുകളായ ഇത്തരം വരുന്ന ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഈ ലാസ്റ്റ് എസ്റ്റേറ്റിനെ, അല്ലെങ്കിൽ കോമൺ ഫ്ലോക്ക്, സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞ ആളുകളെ അകറ്റി നിർത്തുന്ന ഭരണാധികാരിക്ക് ലൂയി 16 പറ്റിയ ഗതികേടാണ് പിണറായി വിജയനും പറ്റിയിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിൻ്റെ സുഖലോലുപതയിൽ ലയിച്ചു. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് അന്യമായി, ജനങ്ങളെ മാറ്റി നിർത്തി. മൈക്കിന് കേടുവന്നവന് മൈക്കുകാരനെ മോശമായി സംസാരിക്കും, അവൻ്റെ മൈക്ക് ഒടിക്കുന്നു, അവൻ്റെ പേരിൽ കേസെടുക്കുന്നു. ഒരു തൊഴിലാളിയായിട്ടുള്ള യദു എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ഡ്രൈവറെ വണ്ടി തടഞ്ഞു നിർത്തി മേയറും MLA കൂടെ കൂടി അവനോട് ചീത്ത പറയുന്നു. അവൻ്റെ വണ്ടിയിൽ കയറുന്നു. അവൻ്റെ വണ്ടിയിൽ കയറി അവനോട് ചീത്ത പറയുകയും അവൻ്റെ വണ്ടി തടഞ്ഞു നിർത്തുകയും യാത്രക്കാരെ രാത്രി 12 മണിക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ അവരെ റോഡിൽ ഇറക്കുകയും ചെയ്തു. അധികാരത്തിൻ്റെ ആ ധാർഷ്ട്യം അതെത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ സംഭവത്തിൽ കാണാൻ പറ്റും. ഒരു വിദേശ രാജ്യത്തെങ്ങാനുമായിരുന്നു അത് സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഈ മേയർ രാജിവെക്കുമല്ലാതെ വേറെ ഈ MLAക്കും ഒന്നും പിന്നെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ MP കൺസർവേറ്റീവ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി ഓടിച്ച്
ഇദ്ദേഹം വണ്ടി ഓടിച്ച് ട്രാഫിക് ക്യാമറ അടിച്ചു. അപ്പോൾ ഇദ്ദേഹം വേറൊന്നും ചെയ്തില്ല, അതിന് ഫൈനെല്ലാം അടച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വണ്ടി ഓടിച്ചതെന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷേ അത് കണ്ടെത്തി, പോലീസ് പിന്നീട് കണ്ടെത്തി ഇദ്ദേഹം അതിൻ്റെ പിറ്റേ ദിവസം രാജിവെക്കേണ്ടി വന്നു. കാരണം കൺസർവേറ്റീവ് പാർട്ടി തന്നെയാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് നടന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ തൊഴിൽ ഒഴിവാക്കി ജനാധിപത്യത്തിൻ്റെ വേറൊരു സൗന്ദര്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ തൊഴിലാളി നാളെ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാൻ പോവുകയാണ്. കാരണം ചാണ്ടിയുമ്മൻ അവന് ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മേയറും MLAയും ഇന്ന് വീട്ടിലിരിക്കുന്നു. അതും ജനങ്ങളാൽ ഫ്രട്ട് കൽപ്പിച്ച്, ആ പാർട്ടിയിൽ നിന്ന് പോലും ഫ്രട്ട് കൽപ്പിച്ച് അവർ വീട്ടിലിരിക്കേണ്ട ഗതികേട് വന്നു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ള. അപ്പോൾ ഈ ബസ്സിലിരുന്ന് പിണറായി വിജയനെ ജനങ്ങൾ റോഡിലിറക്കി അധികാരത്തിൽ നിന്ന് പുറത്താക്കി, റോഡിൽ ഒരു തൊഴിലാളിയെ തടഞ്ഞു നിർത്തി, അവൻ്റെ ബസ് തടഞ്ഞു നിർത്തി, അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തി, അവനെതിരെ കള്ളക്കേസെടുത്തവരെ വീട്ടിലിരുത്തി, അവനെ ജോലിയിൽ പ്രവേശിക്കുകയും അവൻ്റെ കേസുകൾ പിൻവലിക്കുകയും ചെയ്യുന്ന കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് ഭരണാധികാരിയാണല്ലോ, മഹാത്മാഗാന്ധി പറഞ്ഞ ആ വാക്കുകൾ, നിങ്ങളെ അധികാരം ഒരിക്കലും ഭ്രമപ്പെടുത്തരുത്, അധികാരത്തിൻ്റെ പകിട്ടിൽ നിങ്ങൾ ചെന്നുപെടരുത്, അധികാരമെന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളൊരു ടൂൾ മാത്രമാണ്, അത് ജനങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതാണ്, അത് ജനങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ആണ് യജമാനന്മാർ എന്ന് ഏത് ഭരണാധികാരിയും ഈ പിണറായി വിജയൻ്റെ അനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം ഈ പറഞ്ഞ ആളുകളെയും ഈ പറഞ്ഞ പുതിയതായിട്ട് വന്ന ഭരണാധികാരിയും ആ തരത്തിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചവിട്ടുകൊട്ടയിലേക്ക് എത്തിക്കും. ഈ സതീശൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞ് ദാമോദര മേനോൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറേ ആളുകൾ ഇതിലെ ചിലച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. ഈ സതീശൻ്റെ ദാമോദര മേനോൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് പറയുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അപ്പനെ അദ്ദേഹം ഓർത്തിരുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നീണ്ടകാലം നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെയല്ലേ നടന്നത്. അതുപോലെ എത്രയോ മേനോന്മാർ, നായർ EK നായനാർ എന്നുള്ള ജാതി വഴി ഭാഗത്ത് കൊണ്ടുവന്നാണ് നടന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിമാനായതുകൊണ്ടാണ് സതീശനത് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത്. സതീശനത് കറക്റ്റായി അടിക്കേണ്ട സമയത്ത് കൃത്യമായി അടിച്ചു എന്ന് ആണ് ആ സത്യപ്രതിജ്ഞയിൽ അത് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ എതിർക്കുന്നവരാണ് NSSൻ്റെ ആളുകൾ, SNDPയുടെ ആളുകൾ, RSS, BJP, അവരെല്ലാം അദ്ദേഹത്തെ എതിർക്കുകയാണ്. ആ എതിർക്കുമ്പം അദ്ദേഹം പറഞ്ഞു ദാമോദരൻ മേനോൻ എന്ന് പറഞ്ഞ് വടശ്ശേരി ദാമോദരൻ മേനോൻ എന്ന് പറഞ്ഞപ്പം അതിനൊരു കൃത്യമായ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. അത് ഇവരെ എല്ലാം വെട്ടിലാക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ എതിർക്കുന്നവരെ, ഹിന്ദു സൈഡിൽ നിന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവരെ ശരിയായ രീതിയിൽ വെട്ടിലാക്കുക എന്നുള്ള രാഷ്ട്രീയ ബുദ്ധിയാണ് അതിൻ്റെ അകത്ത് സതീശൻ ഉപയോഗിച്ചിരിക്കുന്നത്. സതീശൻ ഒരിക്കലും ഒരു വർഗീയവാദിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ആ തുരുപ്പിച്ചിട്ട് ആ സമയത്ത് ഉപയോഗിച്ചുകൂടി ഇവരെ ശരിക്കും ഡിഫൻസിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുപരി വേറൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് C. അച്യുതമേനോനാണ്. ആ മേനോൻ എന്നുള്ള ആ ഗ്ലോറിഫിക്കേഷനും കൂടെ കൂടി, ആ C. അച്യുതമേനോൻ്റെ ഗ്ലോറിനെസ്സും കൂടെ കൂടി വേറൊരത്തിൽ ആ വാക്കുകളിലൂടെ അദ്ദേഹത്തിന് അഡാപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സതീശൻ വളരെ ബുദ്ധിപരമായിട്ടാണ് അത് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം മേനോൻ എന്ന് പറഞ്ഞത്, മേനോൻ സാറേ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് സരിൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടനയിൽ നടക്കുന്നുണ്ട്. അവൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അവൻ പറയുന്നത്, അവൻ വന്ന് രാഷ്ട്രീയത്തിൽ വന്നത് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ജനാധിപത്യ ലിബറൽ ഐഡിയോളജിയോടുള്ള താല്പര്യം കൊണ്ടാണ് എന്നാണ് ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം വന്ന് പറയുകയും അങ്ങനെ ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ കോൺഗ്രസ്സിലെടുക്കുകയും പോസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ഒരു സീറ്റ് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കറങ്ങിയെന്ന് പറഞ്ഞ് ഒരു സീറ്റ് കിട്ടും, എനിക്കൊരു സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അതിനുശേഷം അസംബ്ലിയിലേക്ക് അദ്ദേഹം കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ ഇന്ന് MLA ആണ്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ നാശമായിരുന്നു. കാരണം ഇയാൾ എന്തെങ്കിലും അധികാരത്തിലെത്തി അത് വെച്ചുകൊണ്ട് അയാൾ BJP വേണം പോയതിന്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പിന്നീട് BJP പോകാനും ഒക്കെ ആലോചിച്ച് നാട്ടെ പാലക്കാട് സീറ്റ് കിട്ടാവുന്നത്. ആ സീറ്റ് കിട്ടാവുന്ന ഇദ്ദേഹമാണ് ഈ സതീശൻ്റെ മേനോൻ പ്രയോഗത്തെ എടുത്ത് പരിഹസിച്ചുകൊണ്ട് നടക്കുന്നത്. രാഷ്ട്രീയ ഭിക്ഷാന്തേകിയായ ഒരാളാണ് ഈ സരിൻ എന്ന് പറയുന്നത്. അയാളെപ്പോലെ ഒരാളിങ്ങനെ പരിഹസിക്കുമ്പം പരമ പുച്ഛമേ താങ്കളോട് തോന്നുള്ളൂ, അല്ലാതെ യാതൊന്നും തോന്നില്ല. അതുകൊണ്ട് സതീശൻ വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കറക്റ്റ് സമയത്ത് അത് അടിച്ചത്. അത് നിങ്ങളെക്കൊണ്ട് അത് ചർച്ച ചെയ്യിപ്പിക്കേണ്ട അയാളുടെ ബുദ്ധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി. ടോം ജോസ് അടിയമ്പാട്.